ഇടുക്കി ചിന്നക്കനാലിലെ പുതിയ അരിക്കൊമ്പനാകാനുള്ള ശ്രമത്തിലാണ് ചക്കക്കൊമ്പൻ. റേഷൻ കടയ്ക്ക് പിന്നാലെ വീടിന് നേരെയും ഒറ്റയാൻ ആക്രമണം നടത്തിയത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. അരിക്കൊമ്പനെ പോലെ അരിയും ഭക്ഷ്യവസ്തുക്കളും തേടി ചക്കക്കൊമ്പനും ആക്രമണം തുടങ്ങിയാൽ ജനജീവിതം ദുസ്സഹമാകും. അരിക്കൊമ്പനെ കാടുകടത്തിയതോടെ നേരിയ ആശ്വാസത്തിലായിരുന്നു ഇടുക്കി ചിന്നക്കനാലുകാർ. മൊട്ടവാലനും ചക്കക്കൊമ്പനും കാട്ടാനക്കൂട്ടവുമൊക്കെ ജനവാസ മേഖലയിൽ ഇറങ്ങുമെങ്കിലും വീടുകൾക്ക് നേരെയും സ്ഥാപനങ്ങൾക്ക് നേരെയും ആക്രമണം കുറവായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ചക്കക്കൊമ്പൻ കെട്ടിടങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. പന്നിയാറിലെ റേഷൻ കട തകർത്ത് അരി ഭക്ഷിച്ചു. ഇതിനു പിന്നാലെ 301 കോളനിയിലെ വീടും ഇടിച്ചു പൊളിച്ചു. അരിക്കൊമ്പൻ പോയി പിടിച്ചോണ്ട് പോയി കുറച്ചാൽ ഞങ്ങൾക്ക് നല്ല സമാധാനമായിരുന്നു. കാരണം ആനകൾ വന്നാലും വലിയ ശല്യമൊന്നുമില്ല, വലിയ മാറി എന്ന് അങ്ങനെ പൊയ്ക്കോളുന്നു. പക്ഷെ ഇപ്പൊ ഈ ചക്കക്കൊമ്പൻ വന്ന് വീട് ഇടിക്കാൻ തുടങ്ങിയ ശേഷം ഇനിയിപ്പോൾ ആളുകളുള്ള വീടാണെങ്കിലും ഇല്ലാത്ത വീടുകളിലും ആന ഇടിക്കും. അപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ എന്തായാലും ജീവഹാനിയോ എന്തെങ്കിലുമൊക്കെ നഷ്ടം ഇവിടെ എപ്പോഴും ഞാൻ കൊണ്ടായിക്കൊണ്ടേയിരിക്കും ഇവിടെ. കാരണം തിന്ന് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ആന നിൽക്കുകയല്ലോ, എല്ലാ വീടുകളിലും തന്നെ വന്ന് ഇടിക്കാൻ ശ്രമിക്കും. അരിക്കൊമ്പന്റെ ആക്രമണത്തിന് സ്ഥിരം ഇരയായിരുന്നു പന്നിയാറിലെ റേഷൻ കട. പൂർണ്ണമായി തകർന്ന കട പുനർനിർമ്മിച്ച് സോളാർ ഫെൻസിംഗും സ്ഥാപിച്ചാണ് വീണ്ടും പ്രവർത്തനം തുടങ്ങിയത്. എന്നാൽ ഫെൻസിംഗും തകർത്താണ് കഴിഞ്ഞ ദിവസം ചക്കക്കൊമ്പൻ കടയാക്രമിച്ചത്. ഫെൻസിംഗ് എല്ലാം ഉള്ള ഷുവട്ടിലാണ് നമ്മൾ അല്പം റിലാക്സ് ആയി നിന്നത്. അതിനിടയ്ക്കാണ് നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് മിനിഞ്ഞാന്ന് രാവിലെ ചക്കക്കൊമ്പൻ എന്ന് പറഞ്ഞ ആന ഇവിടെ എത്തുകയും പുറത്തു നിന്ന ഒരു കൊടി മരം പിഴുതെടുത്ത് ഈ ഫെൻസിംഗ് തകർത്തുകൊണ്ടാണ് അകത്തോട്ട് കയറി ഇത്രയും ആക്രമണങ്ങൾ കാണിച്ചിട്ട് പോയേക്കുന്നത്. വനമേഖലയിൽ ആവശ്യത്തിന് ഭക്ഷ്യവസ്തുക്കൾ ഇല്ലാത്തതിനാലാണ് കാട്ടാനകൾ വീടുകളും കടകളും ആക്രമിക്കാൻ തുനിയുന്നതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. അരിക്കൊമ്പൻ പതിവായി ജനവാസ മേഖലയിൽ ഇറങ്ങി വീടുകൾക്കും കടകൾക്കും നാശം വരുത്തി അരിയും പലചരക്ക് സാധനങ്ങളും അകത്താക്കിയിരുന്നു. ചക്കക്കൊമ്പനും സമാന രീതിയിൽ ഇറങ്ങിയാൽ പ്രദേശവാസികൾക്ക് വീടുകളിൽ കിടന്നുറങ്ങാൻ പോലും ആകാത്ത സാഹചര്യം വീണ്ടും ഉണ്ടാകും. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.